ഹലോ ഗൈസ്, അപ്പം ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ചാനൽ തുടങ്ങണമെന്ന് കുറേ ആയിട്ട് പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു ധൈര്യമോ ആ ഒരു ബോൾഡ്നെസ്സോ ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഉറപ്പിച്ചു ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇന്നൊരു അൺഎക്സ്പെക്റ്റഡ് ഡേ ആയിരുന്നു കേട്ടോ. ഇന്ന് ചാനൽ തുടങ്ങണമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുള്ള ഒരു ഡേ ഒന്നും അല്ലായിരുന്നു. പക്ഷേ എനിക്ക് തുടങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഇന്ന് അങ്ങ് തുടങ്ങാമെന്ന് വെച്ചു. അപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ ചാനൽ ഞാൻ പറയാൻ പോകുന്നത് ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ, ബോഡി കെയർ, അതൊക്കെയാണ് മെയിനായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഹെയറും സ്കിന്നും ഒക്കെ ഭയങ്കര ഡാമേജ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ എനിക്കത് ഒന്ന് കെയർ ചെയ്ത് കൊണ്ടുവരണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ മറ്റുള്ളവരെ പറ്റിയും കൂടി ഒന്ന് ആലോചിച്ചു. അതായത് എൻ്റെ ഈ ഒരു ചാനൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ കൊണ്ട് ആൾക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആകുന്നെങ്കിൽ അവർക്കത് ഉപയോഗം ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു 1 ഇയർ ജേർണിയിൽ എൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം. അപ്പം എൻ്റെ ചാനൽ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സജഷൻസ് ആയിട്ട് കമൻറ്റിലൂടെയൊക്കെ എന്നെ അറിയിക്കാം. അപ്പോൾ നമുക്ക് നേരെ ചാനലിലേക്ക് പോയാലോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നൊരു പ്രത്യേകിച്ച് പാക്കും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് ഹെയർ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ ആയിട്ട് കണക്കാക്കാം നമുക്ക്. അപ്പം ആദ്യം ഹെയർ കട്ട് ചെയ്യുകയാണ്. അപ്പം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് അത് പോകെ ശരിയാകും. ഫസ്റ്റ് ചാനലും വീഡിയോ ഒക്കെ ആയതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ക്ലാരിറ്റി വൈസ് ആയാലും വോയിസ് വൈസ് ആയാലും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ച് കളയാതെ ആയതുകൊണ്ട്. പക്ഷേ പറയാം കേട്ടോ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻസിൽ പറയാം. കാര്യം എന്നാലും എനിക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ സ്റ്റാർട്ടിങ് ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനൊരു ഹെയർ കട്ടിങ് ചെയ്താലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആദ്യത്തിൽ ഞാൻ ആലോചിച്ചു ഹെയർ കട്ടിങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോഴാണ് ഇങ്ങനെ മുടി ഇങ്ങനെ നോക്കിയ സമയത്താണ് ഒരുപാട് മുടി എൻ്റെ കൊഴിയുന്നുണ്ട് ഗൈസ്. അവിടെ ആ കൊഴിയുന്ന മുടിയൊക്കെ ഞാൻ എടുത്തായിരുന്നു. പക്ഷേ വീഡിയോൻ്റെ സ്പീഡ് കൂട്ടിയതുകൊണ്ട് അത് പോയി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മുടി കട്ട് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഹെയർ കട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ മുടി ഒന്ന് നിവർത്തിയിട്ട് നോക്കിയത് ഗൈസ്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ചെറുതെല്ലാം കാണാനുള്ള ഒരു രീതിക്കായിട്ടുള്ളത്. അപ്പം മുടിയിലെ ഉടക്കൊക്കെ അത്യാവശ്യം നല്ല ഉടക്കുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, നല്ല ഒരുപാട് നാളായി ഞാൻ എൻ്റെ മുടി ഒന്ന് ഹെയർ കെയർ ചെയ്യാൻ നോക്കിയിട്ട്. അപ്പം എനിക്ക് ഒത്തിരി നാളുകൊണ്ടേ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണം എടുക്കണം ഒക്കെ. അപ്പോൾ അതിനുള്ളൊരു ടൈം ഇപ്പോഴാണ് കിട്ടിയത്. അപ്പം ഇതാണ് എൻ്റെ ഒരു മുടിയുടെ അവസ്ഥ. അപ്പം മുടിയിൽ ജസ്റ്റ് അതായത് ചീപ്പ് കൊണ്ട് ചെയ്യാതെ കൈ കൊണ്ട് ചീകിയിട്ട് കാണിച്ചതാണ് കേട്ടോ അത്. ഇപ്പം ഞാൻ പാരച്യൂട്ട് ഹെയർ ഓയിൽ, പിന്നെ എൻ്റെ ഒരു ഹെയർ ചലഞ്ചിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഒരു 1 ഇയറും ഞാൻ കോക്കനട്ട് ഓയിൽ മാത്രം യൂസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു ഹെയർ കെയർ ചലഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്തായാലും പോകെ നമുക്ക് നോക്കാം. പിന്നെ അതിൽ ചിലപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. അതായത് ലൈക്ക് പുറത്തുള്ള എന്തെങ്കിലും ഓയിലോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പം മുടിയൊക്കെ ഒന്ന് സ്കാൽപ്പിലൊക്കെ ഒന്ന് നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഹെയറൊക്കെ നന്നായിട്ട് ഒന്ന് ഓയിൽ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമുക്കിപ്പം മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഹെയറൊക്കെ വാഷ് ചെയ്യാൻ ഒരു പാക്ക് കൂടി അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മുടിയിൽ ഉടക്കെല്ലാം നമ്മൾ ആദ്യമേ ഫുള്ളായിട്ട് മുടി ഡീറ്റാങ്കിൾ ചെയ്തിരിക്കണം. അതായത് എല്ലാ ജടയും എല്ലാം കളഞ്ഞിരിക്കണം. അപ്പം താഴെ നിന്ന് മുകളിലോട്ട് വേണം നമ്മളെപ്പോഴും ജട കടഞ്ഞെടുക്കാനായിട്ട്. അപ്പം ഇപ്പം ഞാൻ നന്നായിട്ട് ജടയൊക്കെ കടഞ്ഞ് എടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. നല്ല രീതിക്ക് ജട പിടിച്ചിരിക്കുകയായിരുന്നു മുടിയെ. ബിക്കോസ് എനിക്ക് ഹെയർ കെയർ ചെയ്യാനായിട്ട് ടൈം ഉണ്ടായിരുന്നില്ല. അഥവാ കിട്ടുന്ന ടൈം എനിക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ മുടിയിലെ ഒട്ടൊക്കെ എടുത്തിട്ട് ഇനി അടുത്തൊരു പ്രോസസ്സിലേക്ക് പോകാൻ. അപ്പോൾ മുടി ഇങ്ങനെ ഇത്ര പോയി വേണ്ടിയിട്ട് എൻ്റെ കിളിയൊക്കെ പോയി ഗൈസ്. പിന്നെ എന്നാലും മനസ്സിലൊരു കോൺഫിഡൻസ്, ഇതൊക്കെ തിരിച്ചു പിടിക്കും, മുടിയല്ലേ വളർത്തണം എന്നൊരു കോൺഫിഡൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുടി ട്രിം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് ലെന്തൊന്ന് അളക്കാമെന്ന് വെച്ചു. അപ്പം ഇവിടെ പറയാനുള്ളത് മീൻസ് അതായത് ടേപ്പിൽ ഞാൻ അളന്നപ്പോൾ ഈ 32.5 ഒരു ഏകദേശം 33 ഒക്കെ വന്നായിരുന്നു. പിന്നെ കുഞ്ഞു മുടിയെല്ലാം വെച്ചിട്ട് അത് ഞാൻ അളന്നില്ല. ബിക്കോസ് എന്തായാലും കട്ട് ചെയ്യാനുള്ളതാണ്. അപ്പം എനിക്ക് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാനൊന്ന് അളന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ മൈൻഡാക്കേണ്ട കാര്യമില്ല. അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്നതാണ്. അതായത് ഞാനിപ്പം ആ ഒരു എൻഡ് മാത്രമേ ഇപ്പം ഞാനത് ട്രിം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം മുടി അങ്ങനെ എല്ലാം പുറകിൽ നിന്ന് മുമ്പിലോട്ട് ഇട്ടിട്ട് ആദ്യം നമ്മൾ മുകളിൽ റബ്ബർ ബാൻഡ് ഇട്ട് പിന്നെ താഴെ ഇട്ട് എന്നിട്ട് നമ്മൾ ഒരേ ലെവൽ താഴേക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ കത്രിക വെച്ചിട്ട് ഒന്ന് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് ആ റബ്ബർ ബാൻഡ് ഞാനങ്ങ് അഴിച്ചു. പക്ഷേ നിങ്ങൾ അഴിക്കരുത് കേട്ടോ. പക്ഷേ അഴിക്കുമ്പോൾ എൻ്റെ പാത്രത്തിൽ ഫിറ്റായിട്ടിരുന്നു. ഞാനത് ഓർക്കപ്പുറത്ത് അഴിച്ചു പോയതാണ്. പിന്നെ ആ കത്രിക വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ
ഇതുപോലെ സ്പ്ലിറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് ആക്കുമ്പോഴേക്കും നമുക്കത് കട്ട് ചെയ്യാനായിട്ട് പറ്റും. എനിക്കധികം സ്പ്ലിറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മുടിയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഒന്ന് തിരിഞ്ഞൊക്കെ എനിക്ക് കാണിച്ച് കൂട്ടുന്നുണ്ട് വീഡിയോയിൽ. ഓക്കെ, ഇനി ഞാൻ മുടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ മുടിയുടെ ലെന്ത് ഒന്ന് മെഷർ ചെയ്യാനായിട്ട്, അതാണല്ലോ നമ്മുടെ മെയിൻ. നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലെങ്ത് ഉണ്ട് നമുക്ക് തിക്നെസ് അളക്കാൻ പറ്റില്ല അല്ലേ, ഒരു അപ്രോക്സിമേറ്റ് ഒക്കെ ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ലെന്ത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കാം. അപ്പോൾ ഞാൻ മുടി നേർത്തിട്ടതുപോലെ തന്നെ 2 സൈഡിലേക്ക് പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ലെവലിൽ എടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ നല്ല രീതിക്ക് മുടി വലിച്ച് നീക്കി ടേപ്പും അതുപോലെ തന്നെ വലിച്ച് നീക്കിയിട്ട് എടുക്കുക. നമ്മുടെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിന് വലിയ ഇൻഗ്രീഡിയൻ്റ് ഒന്നും വേണ്ട. നമുക്ക് ആകെപ്പാടെ ആവശ്യമുള്ളത് ഈ ഒരു മുട്ടയാണ് ഗൈസ്. അപ്പം ഈ മുട്ട ഞാനിന്ന് തേക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ബൗളിലേക്ക് മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കണം. അതാണ് ഇനി അടുത്ത ടാസ്ക്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഷാമ്പു കാണിച്ചു തരാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷാമ്പു എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 2 മന്ത്സ് ഒരു 3 മന്ത്സോളം 3 മന്ത്സ് ആയിട്ടില്ല കേട്ടോ, ഒരു 2.5 മന്ത്സ്, ഓൾമോസ്റ്റ് 3 മന്ത് ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് കണ്ടോ, കേഷ്നിക്ക. അതൊരു ഹെർബൽ ഷാമ്പു ആണ്. ഇത് 100% ഹെർബൽ ഷാമ്പു തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് വരുന്നത് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു 160-200 എന്തോ ആയിരുന്നു. 160-190 എന്തോ സംതിങ് ആയിരുന്നു. എന്തായാലും ഒരു 200-നുള്ളിലായിട്ടുള്ളൂ. കുഴപ്പമില്ല, നമ്മുടെ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പം ഓക്കെയാണ്. എനിക്ക് പക്കയായിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റാണ്, കുഴപ്പമില്ല. ഇവർ പിന്നെ പറയുന്നത് ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഹെയർ ഫോൾ ഇല്ലാതാക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത്ര അങ്ങനെ ഒരു ഇതൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കംപ്ലീറ്റ്ലി അങ്ങ് ക്യൂർ ആയിട്ടില്ലെങ്കിലും ഓക്കെയാണ്. അങ്ങനത്തെ ഒരു വലിയ മോശമല്ല എന്നാൽ ഭയങ്കര ഓക്കെ അല്ല, അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഓക്കെയാണ് നമുക്ക്. ബിക്കോസ് വർത്താണ്, പ്രൈസ് വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്, കുഴപ്പമില്ലാത്ത ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു ഷാമ്പു വേണമെന്നവർക്ക് നിങ്ങൾക്ക് കമൻറ്റിലൂടെ പറയാം. ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ലിങ്ക്സും കാര്യങ്ങളും ഷെയർ ചെയ്യാം. അവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ അവർ ഓൺലൈൻ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ഇവിടെ ഒരു ടൈപ്പ് ഓഫ് ഓയിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന എഗ്ഗിൻ്റെ പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. എഗ്ഗിൻ്റെ പാക്കല്ല കേട്ടോ, നമ്മുടെ സാധാ ഒരു മുട്ട, അതായത് അതിൻ്റെ മഞ്ഞയും വെള്ളയൊക്കെ എടുത്തിട്ടുള്ള സാധാ ഒരു മുട്ട നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു നറിഷ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതായത് എഗ്ഗ് എന്ന് പറയുമ്പം കംപ്ലീറ്റ്ലി പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പം ആ ഒരു പ്രോട്ടീൻ നമ്മുടെ മുടികൾക്കും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു എഗ്ഗ് മുഴുവനായിട്ട് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പം എൻ്റെ ഹെയർ എന്ന് പറയുമ്പം ഒരു നോർമൽ പ്ലസ് കുറച്ചും കൂടി ഒരു ഓയിലി ടൈപ്പ് ആയിട്ടുള്ള ഒരു ഹെയറാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് വെള്ളം മാത്രം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം എനിക്കിത് വലിയ പ്രശ്നമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫുൾ എഗ്ഗും എടുക്കുകയാണ്. അപ്പം നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുടിയുടെ ലെന്തിലേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ എഗ്ഗ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഞാനിപ്പം എൻ്റെ ഹെയറിൻ്റെ ലെന്തിലേക്കും അപ്ലൈ ചെയ്ത് ഒന്ന് കംപ്ലീറ്റ്ലി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് കെട്ടി വയ്ക്കാൻ പോവുകയാണ്. കെട്ടി വെച്ചതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതായിരിക്കും. ഹെയർകട്ട് വീഡിയോയിൽ നിങ്ങൾക്കത് ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയെല്ലാം കൂടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നമ്മളിവിടെ ഒരു ഹെയർ ബാൻഡ് ഇടുന്നു. അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നല്ല നേരെ പിടിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരും. അടുത്ത റബ്ബർ ബാൻഡ് ഇട്ടിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഹെയറിൻ്റെ എൻഡ് കട്ട് ചെയ്ത് കളയാം. മീൻസ് 2 വട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ഒരുപാടൊന്നും ഞാൻ എന്തൊന്നും കുറച്ചിട്ടില്ല. ബിക്കോസ് എൻ്റെ മുടി നീളമുണ്ട്, പക്ഷേ എന്താ പറയുക, തിക്നെസ് ഭയങ്കര കുറവാണ്. ഭയങ്കര തിന്നായിട്ടുള്ള ഹെയറാണ്. അടിയിലോട്ടൊക്കെ വന്നപ്പം 1-2 മുടികളാണ്. അതുകൊണ്ട് അതെനിക്കൊരു നീളമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. മീൻസ് ബിക്കോസ് എൻ്റെ മുടി കട്ട് ചെയ്താലും അത് അത്രയും തന്നെ കിടക്കുന്ന പോലെ അധികം നീണ്ടു വന്നിട്ട് ഇങ്ങനെ തുമ്പ് കൊണ്ട് ചുരുണ്ടിട്ടുള്ളൊരു ടൈപ്പാണ് എനിക്ക്. അപ്പം ഓക്കെ, അങ്ങനെ ഹെയർ കട്ടൊക്കെ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സിൽ പറയാം. അപ്പം ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എഗ്ഗ് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, എഗ്ഗ് ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഞാൻ യൂസ് ചെയ്യുന്ന ഒരു 2 മന്ത് കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു ഷാമ്പു ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരു അടിപൊളി ഷാമ്പു ആണ്, വലിയ പ്രശ്നമില്ലാത്ത ഒരു ഷാമ്പു ആണ്. ഓഫ് കോഴ്സ് ഹെർബൽ എന്ന് പറയുമ്പോൾ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം എന്നൊരു തോട്ട് ഉണ്ടല്ലോ മൈൻഡിൽ. ആ ഷാമ്പു ഒക്കെ ഞാൻ പോകെ മാറ്റും കേട്ടോ. ഇപ്പോൾ വാങ്ങിയതുകൊണ്ട് എൻ്റെ വേറെ ഷാമ്പു ഒന്നും ഇരിപ്പില്ലായിരുന്നു, അതുകൊണ്ടൊന്നും യൂസ് ചെയ്തതേ ഉള്ളൂ. നാച്ചുറൽ ഷാമ്പു ഞാൻ അതുപോലെ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഞാനിപ്പം
മീൻസ് പല ചാനലിലും ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റുള്ള ചാനലുകളിലെ കണ്ടിട്ട് അതേ കോപ്പിറൈറ്റ് ചെയ്യുന്ന സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഞാൻ അതുപോലെ ചെയ്യും. ഐ മീൻ ഞാൻ മറ്റുള്ള ചാനലായാലും ഗൂഗിളായാലും ഒക്കെ റെഫർ ചെയ്തിട്ട് എൻ്റെ ഹെയറിൽ അല്ലെങ്കിൽ എൻ്റെ ഫേസിൽ എൻ്റെ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് അത് ഓക്കെയാണ് എനിക്ക് അതുപോലെ 100% റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുള്ളൂ കേട്ടോ. അതോർത്ത് നിങ്ങളുടെ ചാനലിൽ 100% വിശ്വസിക്കാം. ആ ഒരു ഉറപ്പ് ഞാൻ തരുന്നുണ്ട്. ഈ ഒരു 1 ഇയർ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ച് കൂടെ കൂടാം. ബിക്കോസ് ഒരുപാട് സ്കിൻ ഇഷ്യൂസ് ആയാലും ഹെയർ ഇഷ്യൂസ് ആയാലും എനിക്ക് പോകേണ്ട കറൻറ്റ്ലി. സോ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും അതിൽ നിന്ന് കുറച്ച് എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആകുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ളൊരു ചാനൽ കൂടിയാണ്. പിന്നെ എന്താ പറയുക, ഫസ്റ്റ് വീഡിയോ കണ്ടാണ് എത്ര ഒരു ലാഗൊക്കെ വരുന്നത്. അങ്ങോട്ട് പോകെ ശരിയാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ലൈക്ക് ഇതൊരു പ്ലാറ്റ്ഫോമാണല്ലോ. അപ്പം ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണിത്. പിന്നെ പോകെ നമുക്ക് കൂടുതൽ അറിയാം. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം വേറെ ഒന്നുമില്ല, ഹെയർ കട്ട്, ചെറിയൊരു ഹെയർ മാസ്ക്, ദെൻ ഹെയർ വാഷ് ഔട്ട് ചെയ്യുക. അപ്പോൾ റിസൾട്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ. കാര്യം എനിക്ക് എടുക്കാനുള്ള ടൈമില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ അതെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വന്ന് ഇരിക്കുന്ന ഒരു ഇതാണ്. ജസ്റ്റ് ഒരു പൊട്ടെടുത്ത് കുത്തി, ഒരു ഇൻട്രോ വീഡിയോ അല്ലെന്ന് വെച്ചിട്ട് ഒരു പൊട്ടെടുത്ത് കുത്തി അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പം നാളെ രാവിലെ എടുത്തിട്ട് റിസൾട്ട് കാണിക്കാൻ. കാര്യം ഞാനിപ്പം വേറെ കുറച്ച് തിരക്കായിട്ട് ഒരു സ്ഥലത്ത് അർജൻസ് കുറച്ചൊരു എമർജൻസി ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്താൽ എനിക്ക് നൈറ്റ് അപ്ലോഡ് ചെയ്യാമല്ലോ എന്നുള്ളൊരു തോട്ടിൽ എടുത്തതാണ്. അപ്പോൾ നാളെ രാവിലെ ഞാൻ റിസൾട്ട് കാണിച്ചിട്ട് നമുക്ക് ചാനലിലേക്ക് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.